ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുഷ് ഡൗൺ ഓട്ടോമാറ്റയുടെ കണ്ടിന്യൂവേഷൻ ക്ലാസ് ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പുഷ് ഡൗൺ ഓട്ടോമാറ്റന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടും അതുപോലെ തന്നെ ട്രാൻസിഷൻ ഫംഗ്ഷൻ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നതെന്നും കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് അതിന്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള സെക്ഷനിലേക്ക് പോവാം. പുഷ് ഡൗൺ ഓട്ടോമാറ്റ. അപ്പം നമ്മളൊരു നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റ കൺസിഡർ ചെയ്യുന്ന സമയത്ത് അതിന്റെ ട്രാൻസിഷൻ ഫംഗ്ഷൻസ് എഴുതുന്നത് ഈ ഒരു ഫോമാറ്റിലാണ്. അതായത് ഒരു ഇന്റേണൽ സ്റ്റേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അതിന്റെ കൂടെ ഒരു ഇൻപുട്ട് സ്ട്രിങ് ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന സ്റ്റാക്കിന്റെ ടോപ്പ് വാല്യൂ. അപ്പൊ ആ മൂന്നെണ്ണാണ് ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഈ മൂന്നിൻ്റെ അകത്ത് കൊടുത്തതിൻ്റെ അകത്ത് വെർ ക്യൂ ഈസ് ദ സ്റ്റേറ്റ് ഓഫ് ദ കൺട്രോൾ യൂണിറ്റ്, അതായത് ഇന്റേണൽ സ്റ്റേറ്റ് എന്താണെന്നുള്ളതാണ് ക്യൂ റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ ഡബ്ല്യു ഇസ് ദ അൺറീഡ് പാർട്ട് ഓഫ് ദ ഇൻപുട്ട് സ്ട്രിങ്. ഇൻപുട്ട് സ്ട്രിങ്ങിന്റെ ഇപ്പോൾ എ ബി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സ്ട്രിങ് ഉണ്ടാവും, അതിന്റെ അൺറീഡ് പാർട്ടാണ്. അതായത് നമ്മൾ സ്ട്രിങ്ങിന്റെ ആ ടാപ്പിന്റെ അകത്ത് ഓരോന്നോരോന്നായിട്ട് റീഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഫിഗർ കണ്ടതാണ്. അപ്പോൾ കറന്റ്ലി ഏതാണോ റീഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അതാണ് ഡബ്ല്യു ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. ദെൻ യു ഇസ് ദ സ്റ്റാക്ക് കണ്ടന്റ് വിത്ത് ദ ലെഫ്റ്റ് മോസ്റ്റ് സിമ്പിൾ ഇൻഡിക്കേറ്റിംഗ് ദ ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്. അതായത് ഏറ്റവും ടോപ്പിലെ വാല്യൂ ആണ് നിങ്ങൾ യുവിൻ്റെ കൊടുത്തു കഴിഞ്ഞാൽ എടുക്കുന്നുണ്ടാവാം. അത് നമ്മൾ ഒറ്റ വേരിയബിൾ അല്ല, നമുക്ക് വേണമെങ്കിൽ ഒരു സ്ട്രിങ് ആയിട്ട് എടുക്കും. ഇപ്പോൾ എ ബി സി എന്ന് കൊടുക്കുവാണെങ്കിൽ എ ആണ് ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് വരുന്നത് എ ബി സിൻ്റെ അകത്ത്. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് ആ എ ആയിരിക്കും സ്റ്റാക്കിന്റെ ടോപ്പ് വാല്യൂ. അതായത് നമ്മളിപ്പം ഈ ഇങ്ങനെ ഒരു റെപ്രസെൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ക്യൂവിൻ്റെ റെപ്രസെൻറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് Q0 എന്ന് പറയുന്ന ഒരു ഇന്റേണൽ സ്റ്റേറ്റ് ആണ്. ദെൻ സ്ട്രിങ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ എ ഡബ്ല്യു എന്ന് കൊടുക്കാം. ഇപ്പോൾ എ ഡബ്ല്യു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എ സ്റ്റാർട്ട് ചെയ്യുന്ന സം സ്ട്രിങ്, ഇതിൻ്റെ അപ്പുറം എന്ത് വാല്യൂ വരാം, ഒന്നും വരാണ്ടിരിക്കാം, ജസ്റ്റ് എ മാത്രം വരാം, അല്ലെങ്കിൽ എ ബി സി ഡി എന്നുള്ള എന്തെങ്കിലും വാല്യൂസ് വരാം. അതുപോലെ തന്നെ യു എന്ന് പറയുന്നതും വേണമെങ്കിൽ നമുക്ക് ഈ എ ബി സി ഇങ്ങനെ ഒരു ഫോമാറ്റിൽ എഴുതാം. ഇങ്ങനെ ഒരു ഫോമാറ്റിൽ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതെന്ന് പറയുന്നത് അൺറീഡ് പാർട്ട് ഓഫ് ദി ഇൻപുട്ട് സ്ട്രിങ് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് സ്ട്രിങ് നിങ്ങളുടെ സ്റ്റാക്കിലെ വാല്യൂസ് ആയിരിക്കും. സ്റ്റാക്കിന്റെ ടോപ്പിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ഈ എ എന്ന് പറയുന്ന വാല്യൂ ആയിരിക്കും. അതാണ് പറഞ്ഞത്. ഓക്കെ. ദെൻ ഈസ് കോൾഡ് ആൻ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ. അതായത് കറന്റ്ലി നിങ്ങളുടെ പുഷ് ഡൗൺ ഓട്ടോമാറ്റിന്റെ സ്റ്റേറ്റ് എന്താണെന്നുള്ളൊരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും ഈ ട്രാൻസിഷൻ ഫംഗ്ഷൻ വെച്ച് നമ്മൾ കൊടുക്കുന്നത്. ഓഫ് എ പുഷ് ഡൗൺ ഓട്ടോമാറ്റ, എ മൂവ് ഫ്രം വൺ ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ ടു അനദർ വിൽ ബി ഡിനോട്ടഡ് ബൈ ദ സിമ്പിൾ. ഈ ഒരു സിമ്പിൾ, അതായത് ഈ സിമ്പിൾ എന്ന് പറയുന്നത് ഒരു ഇങ്ങനെ ഒരു ലൈനും ഇങ്ങനെ ഒരു ലൈനും, ഇങ്ങനെയാണ് സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ഒരു സിമ്പിൾ റെപ്രസെന്റ് ചെയ്യുന്നത് കറന്റ് ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്കുള്ള ഒരു ചേഞ്ച്, ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ, ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്കുള്ള ഡിസ്ക്രിപ്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്തൊക്കെ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, നമുക്ക് താഴോട്ട് നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. Q1 ആണ് ഇന്റേണൽ സ്റ്റേറ്റ് വന്നിരിക്കുന്നത്. എ ഡബ്ല്യു എന്ന് പറയുന്നതാണ് നമ്മുടെ പിന്നെ ഇൻപുട്ട് സ്ട്രിങ് എന്ന് പറയുന്നത്. ബി എക്സ് എന്ന് പറയുന്നതാണ് സ്റ്റാക്കിന്റെ വാല്യൂ. സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പോൾ ഉണ്ടാവുന്നത് ബി ആയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്, അതായത് നമ്മൾ Q1 എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിന്, അതായത് നമ്മളിപ്പം Q1 എന്ന് പറയുന്നതാണ് സ്റ്റേറ്റ്. Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ നമ്മൾ എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് സ്ട്രിങ് കൊടുക്കുന്നു. ആ സമയത്ത് സ്റ്റാക്കിലെ വാല്യൂ എന്ന് പറയുന്നത് ബി ആണ്. സ്റ്റാക്ക് ടോപ്പിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ബി ആണ്. ഇപ്പൊ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത സ്റ്റേറ്റ് എന്ന് പറയുന്നത് Q2 ആയിരിക്കും. Q2 ആയിരിക്കും. നമ്മൾ എ റീഡ് ചെയ്തു, പിന്നെ ബാക്കിയുള്ളത് ഡബ്ല്യു എന്ന് പറയുന്ന സ്ട്രിങ് ആണ്. ദെൻ നിങ്ങൾ സ്റ്റാക്കിൽ വരുത്താൻ വേണ്ടി പോകുന്ന ചേഞ്ച് എന്ന് പറയുന്നത് സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് വൈ എന്ന് പറയുന്ന വാല്യൂ ഇൻസേർട്ട് ചെയ്യലായിരിക്കും. ബീനെ റീപ്ലേസ് ചെയ്തിട്ട് വൈ എന്ന് പറയുന്ന വാല്യൂ ഇൻസേർട്ട് ചെയ്യും. അതാണ് ഈ ഒരു സിമ്പൽ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് മീൻ ചെയ്യുന്നത്. നോക്കുക, Q2, y, അതായത് Q2 എന്ന് പറയുന്നത് ഇതാണ്, y എന്ന് പറയുന്നത് ഇതാണ്. വിച്ച് ബിലോങ്സ് ടു ഡെൽറ്റ ഓഫ് Q1 AB. അതായത് ഡെൽറ്റ, അതായത് Q1 AB എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1ന് എ എന്ന് പറയുന്ന ഒരു ഇൻപുട്ട് കൊടുക്കുന്നു. അതുപോലെ ബി, ഞാനിപ്പോൾ വരച്ച സാധനം തന്നെ, ബി എന്ന് പറയുന്ന ഇതുള്ള ആ ഒരു സ്റ്റാക്ക് വാല്യൂ ബി യു ആണെങ്കിൽ, അങ്ങനെ ആകുമ്പോഴാണ് നമ്മൾ Q2y എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്ക് വരുന്നത്. അപ്പോൾ Q2y ബിലോങ്സ് ടു ട്രാൻസിഷൻ ഫംഗ്ഷൻ ഓഫ് Q1 AB ആണെന്നാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കറിയാം, നമ്മൾ എന്താ ഇംപ്ലൈ സിമ്പൽ നമ്മൾ സാധാരണ നമ്മൾ ഇംപ്ലൈ സിമ്പൽ വെച്ചിട്ടാണ് കൊടുക്കലുണ്ടായിരുന്നു അല്ലെ. Q1, A ഇംപ്ലൈസ് Q2 എന്ന് പറഞ്ഞിട്ടല്ലേ കൊടുക്കല്. അപ്പൊ ഈ Q1 ഇംപ്ലൈസിന്റെ മുകളിൽ ഇങ്ങനെ സ്റ്റാർ കൊടുത്തുന്ന എന്താ മീൻ ചെയ്യുന്നത്, സെറ്റ് ഓഫ് ട്രാൻസിഷൻ കഴിഞ്ഞിട്ടാകുമ്പോൾ Q2-ലെത്തും.
അപ്പം അതുപോലെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇൻസ്റ്റന്റേനിയസ് ഡിസ്ക്രിപ്ഷൻ്റെ അകത്തും ഇതിങ്ങനെ സ്റ്റാർ കൊടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ സെറ്റ് ഓഫ് ഇങ്ങനത്തെ ചേഞ്ചസ് വന്നിട്ടാകുമ്പോൾ നമുക്ക് ഇവിടെ എത്താൻ വേണ്ടി പറ്റുന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ Q1ൻ്റെ അകത്ത് W1 എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ട്. W1 എന്ന് പറയുന്ന സ്ട്രിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒരു റെപ്രസെന്റേഷൻ പറയുകയാണെങ്കിൽ Q1 എന്ന് പറയുന്ന സ്റ്റേറ്റിൽ W1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AB ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഇത്രയും ചേഞ്ചസ് വന്നിട്ടാകുമ്പോൾ, അതുപോലെ തന്നെ സ്റ്റാക്ക് ടോപ്പിലുള്ളത് ABC ആണെന്ന് വിചാരിക്കും. അപ്പോൾ ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ് ഒക്കെ റീഡ് ചെയ്തിട്ട് ഇത് അതുപോലെ തന്നെ സ്റ്റാക്കിന്റെ ടോപ്പിൽ ഈ ഒരു വാല്യൂസ് ഒക്കെ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം എന്ത് വരാം, സ്റ്റേറ്റ് ചേഞ്ച് ചെയ്തിട്ട് Q2 WX2 ഈ ഒരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ ഓരോ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Q1 A വരുന്ന സ്റ്റേറ്റ് ആയിരിക്കും. അത് കഴിഞ്ഞിട്ടാകുമ്പം ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെത്തും. സപ്പോസ് ഒരു QB എന്ന് പറയുന്ന സ്റ്റേറ്റിലെത്തുന്നു വിചാരിക്കുക. അപ്പോൾ QB സ്റ്റേറ്റിൽ നിന്ന് ബിയും റീഡ് ചെയ്യും. ദെൻ QC എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലെത്തുന്നു വിചാരിക്കുക. അപ്പോൾ QCന്ന് Aയും അതുപോലെ തന്നെ ഇവിടുത്തെ സിയും റീഡ് ചെയ്യും. അങ്ങനെ ഓരോ സ്റ്റേറ്റ് കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തും, Q2ലെത്തും. അപ്പോൾ Q2ലെത്തുന്നതിനിടയ്ക്ക് ഇത്രയും സ്റ്റേറ്റ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സിമ്പലിന്റെ മുകളിൽ സ്റ്റാർ വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്പർ ഓഫ് ഇന്റേണൽ ഡിസ്ക്രിപ്ഷൻ സ്റ്റേറ്റ്സ് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റേറ്റിൽ എത്തുന്ന കാണിക്കാൻ വേണ്ടി നമുക്ക് പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കുക, ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ബൈ പുഷ് ഡൗൺ ഓട്ടോമാറ്റ. പുഷ് ഡൗൺ ഓട്ടോമാറ്റ എങ്ങനെയുള്ള ലാംഗ്വേജസ് ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. അപ്പം അതിന്റെ ഡെഫിനിഷൻ നോക്കുക. ലെറ്റ് M ഈക്വൽ ടു Q സിഗ്മ, ഇത് ഗാമയാണ്. ദെൻ ഡെൽറ്റ ട്രാൻസിഷൻ ഫംഗ്ഷൻ, Q0 സ്റ്റാർട്ടിങ്, സെറ്റ് സ്റ്റാക്കിന്റെ സിമ്പിൾ, F ഫൈനൽ സ്റ്റേറ്റ്. ബി എ നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റ. The language accepted by M is set L of M. L of M എന്ന് പറയുന്ന സെറ്റ് ആണ്. ലാംഗ്വേജ് ആക്സെപ്റ്റഡ് ബൈ ഫൈനൈറ്റ് ഓട്ടോമാറ്റ ആണ് പറയുന്നത്. സെറ്റ് സം സ്ട്രിങ് ആണ് W, വിച്ച് ബിലോങ്സ് ടു സിഗ്മ സ്റ്റാർ. അതായത് സിഗ്മ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ empty ആവാം അല്ലെങ്കിൽ സ്ട്രിങ്സ് ഉണ്ടാവാം. അപ്പൊ അതിന്റെ ഫോമാറ്റ് എന്ന് പറയുന്നത് Q0 W സെറ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, ഇന്റേണൽ സ്റ്റേറ്റ്, അൺറീഡ് സ്ട്രിങ്, അതുപോലെ തന്നെ സ്റ്റാക്കിന്റെ സിമ്പൽ. പിന്നെ സെറ്റ് ഓഫ് ട്രാൻസിഷൻ കഴിഞ്ഞിട്ടാണ്, അതായത് സെറ്റ് ഓഫ് ഇന്റേണൽ ഡിസ്ക്രിപ്ഷൻസ് കഴിഞ്ഞിട്ടാണ് ഒരു സ്റ്റേറ്റിൽ എത്തുന്നത്. വിച്ച് ബിലോങ്സ് ടു ദാ നോക്കുക M ഓഫ്, അതായത് നിങ്ങളെ ഈ ഇവിടുത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഓട്ടോമാറ്റിക് P കോമ ലാംഡ കോമ U. P എന്ന് പറയുന്നത് സം സ്റ്റേറ്റിൽ എത്തുന്നതായിരിക്കും. ദെൻ ലാംഡ എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ടുള്ള സ്ട്രിങ്ങിനെ നിങ്ങൾ റീഡ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ ഫൈനൽ സ്റ്റേറ്റിലെത്തി എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. ദെൻ U എന്ന് പറയുന്നത് നോർമലി സ്റ്റാക്കിന്റെ ടോപ്പിൽ ഇപ്പം എന്താണോ ഉള്ളത് അതിനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ P, നമ്മളിവിടെ സ്റ്റേറ്റ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന സം സ്റ്റേറ്റ് P ആണ്. ആ P ബിലോങ്സ് ടു F ആയിരിക്കണം, അതായത് ഫൈനൽ സ്റ്റേറ്റിൽ എത്തിയിട്ടുണ്ടാവണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മുടെ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്തു എന്ന് പറയുള്ളൂ. നമ്മളൊരു ഒരു ഡയഗ്രാം വരച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു DFA വരച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതൊരു DFA ആണെങ്കിൽ DFAൻ്റെ അകത്ത് നിന്ന് നമ്മളൊരു AB എന്ന് പറഞ്ഞൊരു സ്ട്രിങ് റീഡ് ചെയ്തിട്ട്, ഇതിപ്പം ഈ ഒരു സ്റ്റേറ്റ് ഫൈനൽ സ്റ്റേറ്റ് ആണെങ്കിൽ മാത്രമേ നമ്മളെ ഈ സ്ട്രിങ് AB ആക്സെപ്റ്റ് ചെയ്യൂ എന്ന് പറയുന്നുള്ളൂ അല്ലേ. ഈ സ്റ്റേറ്റ് ഇപ്പോൾ ഫൈനൽ സ്റ്റേറ്റ് അല്ല എന്ന് വിചാരിക്കും, നോർമലി ഉള്ളൊരു സ്റ്റേറ്റ് ആണ് ഈ ഒരു സ്റ്റേറ്റ് വരുന്നതെങ്കിൽ എന്ത് പറയില്ല, നമ്മുടെ AB എന്ന് പറയുന്ന സ്ട്രിങ് ഫൈനൽ സ്റ്റേറ്റിൽ എത്തി എന്ന് പറയില്ല. അപ്പോൾ AB എന്ന് പറയുന്ന ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സ്ട്രിങ് നമ്മുടെ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുന്ന സ്ട്രിങ് ആയിരിക്കില്ല വരിക. അങ്ങനെയല്ലേ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടായിന്. അപ്പോൾ നമ്മൾ ഫൈനലി നമ്മൾ സ്ട്രിങ്സ് റീഡ് ചെയ്തിട്ട് എത്തുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഫൈനൽ സ്റ്റേറ്റിൽ വരുന്ന സ്റ്റേറ്റ് ആയിരിക്കണം. ദെൻ U എന്ന് പറയുന്നത്, അതായത് സ്റ്റാക്കിന്റെ സിമ്പിൾ U എന്ന് പറയുന്നത്, ഇത് നിങ്ങളുടെ ഇത് ലാംഡ ആണ്, ഇത് ഗാമയാണ്. ഗാമയുടെ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുകിൽ empty ആവാം, സ്റ്റാക്ക് empty വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിമ്പിൾ ഉണ്ടായിരിക്കാം. അപ്പം അങ്ങനെയാണ് റെപ്രസെൻറ്റേഷൻ വരുന്നത്. In words, the language accepted by M is a set of false strings that can put M into a final state at the end of the string. അതായത് നിങ്ങളുടെ M എന്ന് പറയുന്ന ഫൈനൈറ്റ് ഓട്ടോമാറ്റേനെ അല്ലെങ്കിൽ നോൺ ഡിറ്റർമിനിസ്റ്റിക് പുഷ് ഡൗൺ ഓട്ടോമാറ്റേനെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫൈനൽ സ്റ്റേറ്റിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു സ്ട്രിങ് W ആണ് നിങ്ങൾ റീഡ് ചെയ്യുന്നതെങ്കിൽ, the final stack content
യു ഈസ് ഇറലവൻറ്റ് ടു ദിസ് ഡെഫിനിഷൻ ഓഫ് ദ ആക്സെപ്റ്റൻസ്. അതായത് സ്റ്റാക്കിൽ കണ്ടന്റ് എം ടി ആയാലും സ്റ്റാക്കിൽ എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിലും അത് നമ്മുടെ ആക്സെപ്റ്റൻസ് ഓഫ് ലാംഗ്വേജിനെ എന്ത് ചെയ്യുന്നില്ല, ബാധിക്കുന്നില്ല. അത് ജസ്റ്റ് ഇങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നമ്മളെ ആക്സെപ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഒരു ഡബ്ല്യു എന്ന് പറയുന്ന സ്ട്രിങ് ഉണ്ടെങ്കിൽ ആ സ്ട്രിങ് നമ്മൾ റീഡ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം നമ്മുടെ ഓട്ടോമാറ്റ എന്ന് പറയുന്നത് ഫൈനൽ സ്റ്റേറ്റിൽ റീച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പം അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ലാംഗ്വേജ് ആ സ്ട്രിങ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. നമ്മൾ സ്റ്റാക്കിന്റെ സ്റ്റേറ്റ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. Construct a non-deterministic push-down automata for the language L equal to W belongs to AB star. AB star എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഒക്കറൻസ് വരാന്നാണ് പറയുന്നത്. Then NA of W equal to NB of W. അതായത് എത്ര നമ്പർ ഓഫ് A's ഉണ്ട് അത്രയും നമ്പർ ഓഫ് B's ഉണ്ടായിരിക്കണം. നമ്മൾ ഓരോ സ്ട്രിങ് ജനറേറ്റ് ചെയ്യുന്ന സമയത്തും എത്ര നമ്പർ ഓഫ് A's ആണോ സ്ട്രിങ്ങിൽ ഉള്ളത് അത്രയും നമ്പർ ഓഫ് B'സും നിങ്ങളുടെ സ്ട്രിങ്ങിൽ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള സ്ട്രിങ്സിനെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ലാംഗ്വേജ് ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ഫോമാറ്റിലുള്ള സ്ട്രിങ്സ് ആണ് നമുക്ക് ഡെവലപ്പ് ചെയ്യേണ്ടത്. നോക്കുക, ദ സൊല്യൂഷൻ ടു ദിസ് പ്രോബ്ലം ഇൻവോൾവ്സ് കൗണ്ടിങ് ദ നമ്പർ ഓഫ് എസ് ആൻഡ് ബീസ്. കാരണം എസിന്റെയും ബീസിന്റെയും എണ്ണം ഈക്വൽ ആയിരിക്കണം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. വിച്ച് ഈസ് ഈസിലി ഡൺ വിത്ത് എ സ്റ്റാക്ക്. നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഈ എൻ്റെയും ബീൻ്റെയും എണ്ണം സെയിം ആണോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്റ്റാക്ക് വെച്ചിട്ട് കമ്പയർ ചെയ്ത് കൗണ്ട് ചെയ്തിട്ട് പറയാൻ വേണ്ടി പറ്റും. ഹിയർ വി നീഡ് നോട്ട് ഈവൻ വറി അബൌട്ട് ദ ഓർഡർ ഓഫ് എസ് ആൻഡ് ബീസ്. അതായത് നമ്മളോട് എൻ്റെ റെപ്പിറ്റേഷൻ ബീൻ്റെ റെപ്പിറ്റേഷൻ എന്നുള്ള രീതിയിലൊന്നും പറയുന്നില്ല. നമ്പർ ഓഫ് എസും നമ്പർ ഓഫ് ബീസും സെയിം ആയിരിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇപ്പം എ ബി 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 അല്ലെങ്കിൽ എ റേസ് ടു എൻ ബി റേസ് ടു എൻ ഈ ഒരു ഫോമാറ്റ് വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചും കൂടി ഇതിൻ്റെ ഓർഡറിനെ പറ്റി ബോധഡാണ്. കാരണം എ ഒക്കെ അടുത്ത് വരണം, ബി ഒക്കെ പിന്നെ വരണം എന്നുള്ള രീതിയിൽ ഓർഡറിനെ പറ്റി നമ്മൾ ബോധഡാവേണ്ട ആവശ്യം ഉണ്ടായിരിക്കും. ബട്ട് ഇവിടുത്തെ കേസിൽ നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്, എൻ എ ഓഫ് ഡബ്ല്യു, അതായത് എൻ്റെ നമ്പർ എന്ന് പറയുന്നത് എൻ ബി ഓഫ് ഡബ്ല്യുക്ക് ഈക്വൽ ആയിരിക്കണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമ്മളിപ്പം എ ബി എന്ന് എഴുതി കഴിഞ്ഞാലും ഇതിന് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. കാരണം 2 എ ഉണ്ട് 2 ബി ഉണ്ട്, അതിൻ്റെ പൊസിഷൻ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെയുള്ള സ്ട്രിങ്ങിനെയാണ് നമ്മൾ ഈ ഒരു റെപ്രസെൻറ്റേഷൻ വെച്ചിട്ട് പറയുന്നത്. ഓക്കെ, we can insert a counter symbol, say 0, into the stack whenever a is in read. അതായത് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ എ റീഡ് ചെയ്യുന്ന സമയത്ത് സ്റ്റാക്കിലേക്ക് ഒരു 0 ഇൻസേർട്ട് ചെയ്ത് കൊടുക്കും. then pop 1 counter symbol from the stack when b is found. പിന്നെ ബി റീഡ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുക, സ്റ്റാക്കിൽ നിന്ന് ആ ഒരു നമ്മൾ ഇൻസേർട്ട് ചെയ്തതിനെ പോപ്പ് ചെയ്യുക. ഓക്കെ, the only difficulty with this is if there is a prefix of W with more B's than S, we will not find a 0 to use. But this is easy to fix. We can use negative counter symbol, say 1, for counting B's that are to be matched against A later. The complete solution is given in the transition graph. ഞാൻ ഇതിൻ്റെ ഇത് കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പം നോക്കുക, സപ്പോസ് നമ്മൾ എ എന്ന് പറയുന്ന ഒരു ആൽഫബറ്റ് ഫൈൻഡ് ചെയ്യാണ്. ദെൻ കറൻ്റ്ലി സ്റ്റാക്കിൻ്റെ ടോപ്പിൽ 0 ആണുള്ളതെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്കിൻ്റെ ടോപ്പിൽ ഒരു 0യും കൂടി ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളെ സ്റ്റാക്കാണിത്, സ്റ്റാക്കിൻ്റെ ടോപ്പിൽ 0 ആണുള്ളത്. ദെൻ എ നമ്മൾ ഫൈൻഡ് ചെയ്യുന്ന സമയത്ത് ഒരു 0യും കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതുപോലെ ടോപ്പിൽ ഇപ്പം 1 ആണുള്ളത്, ദെൻ ബി ആണ് ഫൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1ഉം കൂടി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് നിങ്ങൾ എ തന്നെ ഫൈൻഡ് ചെയ്യാണ്, സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് പറയുന്നത് ഇപ്പം സെഡ് ആണുള്ളതെങ്കിൽ സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് എന്ത് ചെയ്യുക, ഒരു 0 ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ബി ഫൈൻഡ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ സെഡ് ആണുള്ളതെങ്കിൽ സ്റ്റാക്കിന്റെ ടോപ്പിലേക്ക് ഒരു 1 ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ അടുത്ത കേസ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ 0 ആണ് ഇൻസേർട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാക്ക് ടോപ്പ് 0 ആണെങ്കിൽ 0 റിമൂവ് ചെയ്താൽ മതി. ഇപ്പൊ 0 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, ഈക്വൽ നമ്പർ ആണെന്ന് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ അടുത്ത കേസിൽ പറയുന്നത് നമ്മൾ ബി ആണ് ഫൈൻഡ് ചെയ്യുന്നത്, ബി ഫൈൻഡ് ചെയ്യുന്നു, സെഡ് ആണുള്ളതെങ്കിൽ എന്ത് ചെയ്യാം,
വൺ ഇൻസേർട്ട് ചെയ്യാം. ദെൻ അടുത്ത സ്റ്റേജിൽ നമ്മൾ എ ആണ് ഫൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ വണ്ണിനെ അങ്ങ് റിമൂവ് ചെയ്യാം. അപ്പോൾ എയും ബിയും തമ്മിലുള്ള കമ്പാരിസൺ നടക്കും അവിടെ. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഒന്നുകൂടി പറഞ്ഞുതരാം.